അപ്പോൾ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ടിപ്പം 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആവോ എന്നൊന്നും അറിയില്ല കേട്ടോ, നോക്കാം. കാരണം 2 ദിവസം കട വീട്ടിലൊക്കെ പോയി നിന്നിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഷാന മദ്രസയിൽ പോയേക്കാണ്. അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ സമയം. ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ മിന്നു? ഇന്ന് അതേപോലെ പതിവ് തെറ്റിക്കാതെ മിന്നു എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഉടുപ്പൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് ചൂടൊക്കെ ആയില്ലേ. അപ്പോൾ ഇതാ ഫോണും കണ്ടിട്ട് ഇങ്ങനെ നടക്കും. ഫോൺ അവിടെ താഴെ വെക്കും, അവളിങ്ങനെ അവളുടെ പാട് നോക്കി പോകും. എന്താണ്? അതാ മിന്നുവിൻ്റെ മുടിയൊന്നും ഇനി വെട്ടണില്ല എന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊക്കെ കൂടെ അങ്ങോട്ട് വലുതായിട്ട് ബാക്കിക്ക് അങ്ങോട്ട് പിടിച്ച് കിട്ടിയാൽ മതിയല്ലോ. ഇതാ മിന്നുവിന് ഇങ്ങനത്തെ 2 പേന പെൻസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതും പിടിച്ചോണ്ട് അങ്ങനെ നടക്കും. പോയോ? എന്തെങ്കിലും ഒന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വേണം കേട്ടോ. അല്ല മിന്നു? അല്ലെങ്കിൽ കുപ്പി, വെള്ളത്തിൻ്റെ ബോട്ടിൽ, വെള്ളം നിറച്ച് വെച്ച ബോട്ടിൽ, ഇതൊക്കെയാണ് മിന്നുവിൻ്റെ പരിപാടി. ഇതിപ്പോൾ താത്ത വരാനായിക്കണം, ഇനി വേഗം കഴിക്കാൻ കൊടുക്കട്ടെ. ഇനിയിപ്പം ഇലക്ഷൻ്റെ അന്നത്തെ ഒരു ദിവസം നമ്മൾ പാലക്കാട് ജില്ലയ്ക്ക് മദ്രസക്ക് അവധി ഉണ്ട് കേട്ടോ. അപ്പം അന്നത്തെ ദിവസം ഒന്ന് ഫ്രീ ആയി കിട്ടും. രണ്ട് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് ഷാന മദ്രസയിലോട്ട് പോയി വരികയാണ്. എന്തൊക്കെയുണ്ട് മദ്രസയിലെ വിശേഷം? ഉസ്താദ് ചോദിച്ചില്ലേ വിശേഷങ്ങൾ? ലീവായത് ചോദിച്ചില്ലേ? ചീത്ത പറഞ്ഞോ? ചീത്ത പറഞ്ഞോ? ചിലപ്പോൾ ഡയറി. അപ്പൊ എന്താ അതിന്റെ മുന്നേ ചീത്ത പറഞ്ഞോ? കുഴപ്പമില്ല, ഡയറി കണ്ടപ്പോൾ തൃപ്തിയായിട്ടുണ്ടാവും. അല്ല ഇനി ഇരിക്കാൻ സമയമില്ലേ, വരൂ. ഇനി വ്യാഴാഴ്ച മദ്രസ അല്ലേ അല്ലേ? അങ്ങോട്ട് നോക്കപ്പോൾ നീ വ്യാഴ മദ്രസ അല്ല, വെള്ളി മദ്രസ അല്ല, കണ്ടോ? നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ മദ്രസ സ്കൂളൊക്കെ ഉണ്ടാവും. 2 ദിവസം മദ്രസക്ക് അവധി കിട്ടിയില്ലേ? നാളെ മദ്രസ ഉണ്ട്. നാളെ 9-ാം തീയതി അല്ലേ? വേറെ ഏതോ ജില്ലയിൽ ഇലക്ഷനായ കാരണം അവിടെ ഒന്നും മദ്രസ ഇല്ല. അപ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിച്ചു ഇവിടെയും എന്ത് മദ്രസ ഇല്ല എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഉണ്ട്, മറ്റന്നില്ല. അപ്പോൾ നമുക്ക് സുഖമായി, അവർക്ക് മറ്റന്ന് ഉണ്ടാവും ആ ഭാഗത്തൊക്കെ. നമുക്ക് വ്യാഴം വെള്ളിയും ഒരുമിച്ച് ലീവ് കിട്ടും. അതെങ്ങനെയുണ്ട്? ഓക്കെ, നടക്കൂ ബേബി, നടക്കൂ. മടിയൊന്നുമില്ല. വെള്ളിയാഴ്ചയാണ് സ്കൂൾ പോവാത്തത് അല്ലേ? പിന്നെ ശനി ഞായർ ലീവ് അല്ലായിരുന്നാ? വെള്ളിയാഴ്ച സ്കൂൾ പോയിട്ടില്ലല്ലോ? ഇല്ല, വ്യാഴാഴ്ച അല്ലേ നമ്മൾ ഇവിടുന്ന് പോയത് പെണ്ണെ? വ്യാഴാഴ്ച വൈകുന്നേരം അല്ലേ? ഓർമ്മയോ? വലിയ ലീവ് ആയിരുന്നു. പക്ഷെ ശനി ഞായർ വന്ന കാരണം നമുക്ക് അത്ര എഫക്റ്റ് ചെയ്യില്ല. സ്കൂൾ പിന്നെ ഡയറി ഒന്നും വേണ്ടല്ലോ അല്ലേ? ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ ചായ കുടിക്കാം, വാ. അപ്പോൾ വീഡിയോക്ക് ഇൻട്രോ കൊടുത്തിട്ടില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2 ദിവസം ഇക്കാൻ്റെ അവിടെ പോയി നിന്നതുകൊണ്ട് തന്നെ അലക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവിടെ ആ 2 ദിവസം ഉണ്ടായിരുന്ന ഒരു സമയത്തുള്ള ഡ്രസ്സൊക്കെ അലക്കി, പിന്നെ വരുന്ന അന്നത്തെ ദിവസം പിന്നെ അലക്കാതെ നിന്നില്ല. അങ്ങനെ ബാഗിൽ പാക്ക് ചെയ്തിട്ടോ വീട്ടിൽ വന്നിട്ട് അലക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിന് മുന്നേ നമ്മളെ വീട്ടിലുള്ള കുറച്ച് അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അതും പെൻഡിങ് ആയിരുന്നു കേട്ടോ. അപ്പം മിന്നൂസിന്റെ ഡ്രസ്സും നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സും പിന്നെ വീട്ടിൽ ഉള്ള ഡ്രസ്സും ഒക്കെ ഇതുപോലെ ഞങ്ങൾ തരം തിരിച്ച് വെച്ചേക്കാണ്, അലക്കാനായിട്ട് ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഷാനാക്ക് പോവേണ്ട ഒരു സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇരുന്നേരം ഷാന കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് കറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പെട്ടെന്ന് നമുക്ക് അറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു മുട്ട ഉപ്പേരി പോലെ തക്കാളിയും വലിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാറാണ് കേട്ടോ. അപ്പം അത് വേഗം ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് കാലത്ത് നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, ഉപ്പുമാവ്, അതേപോലെ പുട്ട്, ദോശ, അതൊക്കെ തന്നെ ആയിരിക്കും സ്കൂളുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഷാനക്ക് കൊടുക്കാറ് കേട്ടോ. പിന്നെ കറി ഒഴിച്ചിട്ട് കഴിക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കഴിക്കാനോ ഒന്നും ഷാനാക്ക് സ്കൂളുള്ള ദിവസം പറ്റൂല. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിരിക്കും
രാവിലെ ചെയ്തു കൊടുക്കാറ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തക്കാളി വലിയുള്ളി ഒന്ന് ചോപ്പറിൽ വെച്ചിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നീളത്തിലല്ലാതെ നമ്മൾ ഈ മുട്ടയ്ക്കൊക്കെ ചേർക്കാറില്ലേ ഉള്ളി, അതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നതിന് ശേഷം ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടിയും ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ സൈഡിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ മുട്ട മിക്സ് ചെയ്തും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളി തക്കാളിക്ക് കുറച്ചൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ മുട്ട ഒന്നിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു ചിക്കി പൊരിച്ച ഒരു പരുവാകുമ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ വേഗം തന്നെ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. ലഞ്ച് ബോക്സിലേക്കുള്ള വിഭവം എന്ന് പറയാൻ ഞാനിപ്പോൾ ഒരു മുട്ട ചിക്കി പൊരിച്ചതും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും അതാണ്. അപ്പം ഇന്ന് ഇനി മീനൊക്കെ വാങ്ങിച്ച് കറി വെക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം പിറ്റേ ദിവസം പിന്നെ നമ്മൾ മീനൊക്കെ ഷാന സ്കൂൾക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. മീൻ കറി ആയാലും മീൻ ഫ്രൈ ചെയ്തെടുത്തതായാലും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ബാഗിൽ പേപ്പർ സോപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇനി കൈ കഴുകി കഴിഞ്ഞിട്ടുള്ള ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മീൻകറി കൊണ്ടുപോകണ്ട അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സ്കൂളിൽ കഴുകണ്ട അവിടെ കേട്ടോ. വായത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം ടേബിളൊക്കെ തുടക്കാനായിട്ട് നിന്നു കേട്ടോ. ഇപ്പൊ പിന്നെ ടേബിളിൽ അങ്ങനെ സാധനങ്ങളൊന്നും വരാറില്ല. മറ്റത് എവിടെ സാധനങ്ങളുണ്ടോ അതൊക്കെ വേഗം കയറ്റി വെക്കുന്ന ഒരിടമായിട്ടാണ് നമ്മുടെ ടേബിൾ ഡൈനിങ് ഏരിയ കാണാറുള്ളത് കേട്ടോ. പിന്നെ കുറേ ആയിട്ട് അങ്ങനത്തെ പരിപാടി ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ട് ഷാനയും അങ്ങനെ ടേബിളിലൊന്നും വലിച്ചു വാരി ഇടുക കൊടുന്ന് വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഫുള്ള് ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ പറഞ്ഞാൽ ഇത്തിരി ചെറുതുമാണല്ലോ. അപ്പൊ പിന്നെ തലേ ദിവസമാണ് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചെരുപ്പും കാര്യങ്ങളൊന്നും ഷൂറാക്കിക്ക് കയറ്റി വെച്ചിരുന്നില്ല. അപ്പം ഷാനയ്ക്ക് സ്കൂൾക്ക് ഷൂ ആണ് ഇടുക എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കി ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ, വല്ല പാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളോ ഒക്കെ കയറിയിരിക്കും ഇങ്ങനെ ഷൂ പുറത്ത് അലസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഷൂറാക്കിനാണെങ്കിൽ ഡോറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ബാക്കി നമ്മൾ എപ്പോഴും യൂസ് ആക്കാത്ത ചെരുപ്പ് വേഗം തന്നെ ഷൂറാക്കിക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ഷാന റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് കൂടിയോ ചേട്ടാ ചേടിയോ ചേട്ടാന്ന് ഇതാ പറഞ്ഞ ലിബാമ് കളർ ഉണ്ട് എന്നല്ലേ. അത്ര അങ്ങനെ തുടച്ചു ഇറക്കി വിട്ട എങ്ങനെ ഇത് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ലിബാം ഇങ്ങനെ ഒരു ഓയിലി പോലെയാണ്. ഒരാൾ വ്യാഴാഴ്ച ബെൽറ്റും ഇല്ല ടാഗും ഇല്ലാതെ ഓടിപ്പോയേക്ക്. പക്ഷെ ബെൽറ്റ് ഇല്ലെങ്കിലൊക്കെ വേഗം അറിയേണ്ടതാണല്ലോ. അതെന്താ അറിഞ്ഞില്ല? അപ്പോ ഏതാണ് ആ ഫ്രണ്ട്? അതിവിടെ ഓട്ടോ ഫ്രണ്ട് ആണോ? വണ്ടി വന്നിട്ടില്ല, വരാനാകുന്നുണ്ട്. താത്താൻ്റെ കൂടെ പോകണ്ടോ നീ? ഇഞ്ഞോ കാല് രണ്ടും പൈല് കുത്തിക്കഴിഞ്ഞാ അതിന്റെ കാലിൽ ഉറുമ്പ് എന്താ കടിച്ചിട്ട് തോന്നണം. അങ്ങോട്ട് നോക്ക്, കണ്ടോ? അവിടെ ഇങ്ങനെ നമ്മള് ചൊറിഞ്ഞു കൊടുക്കുമ്പോ നല്ല സുഖമായിരിക്കുമല്ലോ. ഇഞ്ഞോ ഉറുമ്പ് അടിച്ചു മിന്നുനെ. ഈ ഒരു സാധനം എത്ര പേർക്ക് ഇഷ്ടമാണ്? ഞാനിത് മലയ്ക്ക് പോയ ഷാനാൻ്റെ വണ്ടി ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ എന്താ പറയുക മലക്ക് പോയി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ വേണ്ടി ക്യാഷ് കൊടുത്തിട്ടാണ് കേട്ടോ. നമുക്ക് ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു, അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് പണ്ട് എന്താ പറയുക നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മക്കൾ മലക്ക് പോയി വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കയ്യിൽ സ്പൂണിൽ ഇങ്ങനെ തരുമ്പോഴൊക്കെ ഭയങ്കര ആർത്തിയോട് കൂടി കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. മിന്നുവിന് തുറന്നു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഷാന വണ്ടിയിൽ കയറുമ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടിക്കുന്നില്ല. ഇതാ സീലൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഷാന വന്നിട്ട് പൊട്ടിച്ച് ഒരുമിച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക.
ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിലൊക്കെ ഒരു കുട്ടി ഒരു ബോട്ടിൽ കൊടുന്ന എല്ലാ മക്കൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഇങ്ങനെ കയ്യിൽ കൊടുക്കും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിച്ച് തീർക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിച്ച് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ. ഇതൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണല്ലോ. പിന്നെ അവിടുത്തെ ഉണ്ണിയപ്പം അങ്ങനെ കുറച്ച് കടികൾ, അതൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു പ്രസാദത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിന്നുവിൻ്റെ പുതിയ കളിയാണത്. വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ഗ്ലാസ്സിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഒഴിച്ച് കളിക്കുക. എന്നിട്ടതാ നിലത്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. അല്ലേ മിന്ന? എന്താ നീ കാട്ടിക്കണേ? അത് 2 സ്റ്റീൽ ഗ്ലാസ് ആണ്. അതിങ്ങനെ ഇട്ട് ഒഴിക്കുമ്പോൾ കുറേ നേരം പറ്റും. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ എടുത്തിട്ട് വന്നിട്ട് പറ്റാഞ്ഞിട്ട് ഒരു ഗ്ലാസ് താഴെ വെച്ചേക്കുക. മിന്നിയ എന്താ വെള്ളം കളഞ്ഞിരിക്കുന്നു ഇവിടെ? ഇപ്പോൾ വെള്ളം പോയ നിരാശയിൽ നടക്കുക. എന്നാ തന്നെ വേഗം കുടിച്ച് തീർത്തു, അതാ നല്ലത്. ഇവിടെ വാ. താത്ത സ്കൂളിലൊക്കെ പോയി. ഇനിയിപ്പോൾ താത്താൻ്റെ റൂമിൽ പോയി വരകല അടുത്ത പണി. ഇവിടെ വാ, ഇവിടെ വാ. ആ ഗ്ലാസ് അവിടെ നിന്ന് കിട്ടിയോ? ഓടി വാ. ഇനിയോ? അങ്ങനെ പിന്നെ ഷാനാനെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു. പിന്നെ അലക്കാനായിട്ട് ബാക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 10-10:30 അല്ലെങ്കിൽ ഒരു 11 മണിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഒന്ന് ഉറക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അവിടെ നമ്മൾ വാഷ് ചെയ്യുന്ന സോപ്പിൻ്റെ ലിക്വിഡ്, അതേപോലെ നമ്മുടെ കംഫർട്ടിൻ്റെ ലിക്വിഡ്, അതിൻ്റെ പാക്കറ്റൊക്കെ പിടിച്ചിട്ട് ആളിങ്ങനെ എൻ്റെ പിന്നാലെ തന്നെ നടക്കും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഷാനാൻ്റെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുമ്മ പിടിച്ചു തൂങ്ങിയിട്ടും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സമയം ഇങ്ങനെ നടക്കും. പിന്നെ അതിനിടയിൽ ഞാൻ അതിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ആ ക്ലിപ്പ് കുറച്ച് ഐറ്റംസുകൾ ക്ലിപ്പ് ചെയ്തിട്ടിരുന്നു. അതുകൊണ്ട് ബലത്തിൽ പിടിച്ച് വലിച്ചപ്പോൾ നമ്മുടെ ക്ലിപ്പ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ്, പാൻറ്റീസ്, അതേപോലെ ടവല്, സോക്സ് കാര്യങ്ങളൊക്കെ നമുക്കൊരു 10 വരുന്ന ഒരു ക്ലിപ്പിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അതിലിങ്ങനെ തൂക്കിയിടാനൊക്കെ സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തോ പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് 2 സൈഡ് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്കത് വീണ്ടും യൂസ് ആക്കാൻ പറ്റും. എന്തായാലും ഞാനവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം നമുക്കിനി പിന്നെ റെഡിയാക്കാം. അതിപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ ആദ്യം കൊടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വേഗം തന്നെ അലക്കാനിടാമെന്ന് വിചാരിച്ചു. അതിനുശേഷം പിന്നെ ഞാനിവിടെ മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറെണ്ണം സെലക്ട് ചെയ്തിട്ടൊക്കെ ആണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇന്ന് ഫുള്ളായിട്ട് നമുക്ക് മെഷീനിൽ ഡ്രസ്സ് പോകില്ല. പിന്നെയും നമ്മുടെ ബാസ്ക്കറ്റിൽ ഒരു പകുതിയോളം ഡ്രസ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത അലക്കെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പകുതി അവിടെ ഇട്ട് ബാക്കി നമ്മുടെ മെഷീനിലൊക്കെ സെറ്റായിന്ന് കണ്ടപ്പം ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അലക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും ബൈ.